അപ്പോൾ ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മൾ ഇത്ര നേരെ വർക്കൗട്ട് ചെയ്യുന്നത് എങ്ങോട്ടാണ് ഗൈസ്? നമ്മളപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. നമുക്ക് വേഗം നമ്മൾ ഡിഫൻഡർ എടുത്തിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോവാം ഗൈസ്. നമുക്ക് വേഗം പോവാം. നല്ല വെയില പുറത്ത്. കാർ എടുക്കണം നല്ലത്. ബൈക്കൊക്കെ എടുത്തു കഴിഞ്ഞാലേ പറയാൻ മാത്രം എന്തെങ്കിലും ബൈക്കും ഇല്ല. നമുക്ക് വേഗം പോവാം. ഒരു മിനിറ്റ് ഗൈസ്, ഇതേതൊരു വീട്? ഓ, ഇത് റീനയുടെ വീടല്ലേ? ഇവിടെ ഇപ്പോഴാണ് റിച്ചൊക്കെ ആയത്. അവിടെ നല്ല അടിപൊളി 2 കാറൊക്കെ നിൽക്കണ്ടല്ലോ. നമുക്ക് കയറി വെക്കാം ഗൈസ്. ഗേറ്റ് ഇനി തുറക്കണമെങ്കിൽ അരമണിക്കൂർ എടുക്കും. മെല്ലെ തുറന്നല്ലോ. നമുക്ക് വേഗം ഒന്ന് പോയി നോക്കാം. ഇവിടെ ആരും ഇല്ലേ? ഈ വണ്ടി പിന്നെ ആരുടെ? അവൾ അത്രയ്ക്ക് റിച്ചാന്നല്ലല്ലോ. ഞാനും. റീനേ, എടി റീനേ, എവിടെ? ഞാൻ ഇവിടേക്ക് തന്നെ ഉണ്ട്. അല്ല, പുറത്ത് വാ വേഗം. എന്തിനാ വരുന്നത്? ഇങ്ങോട്ട് വാ. അത് വരുന്നേ. എന്താ കാര്യം പറ. ഈ വണ്ടി ആരുടെ? എൻ്റെ ചേട്ടൻ്റെയാ? നിൻ്റെ ചേട്ടൻ്റെ വണ്ടിയാ? എൻ്റെ ചേട്ടൻ്റെ വണ്ടി. ഓഹോ, അപ്പം നിനക്ക് ആ പൾസർ മാത്രമല്ലേ ഉള്ളൂ? ആടി, അതൊക്കെ ചേട്ടൻ്റെ വണ്ടിയാണ്. അതൊക്കെ ചേട്ടൻ വാങ്ങി വെച്ചതാ. എടി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ചീത്ത ഒന്നും പറയരുത്. എന്താ ചോദിച്ചോ? എടി, ഈ സൂപ്പറൊന്ന് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യട്ടെ. എടി, ചേട്ടൻ ചീത്ത അറിയടി. ഞാൻ ചെയ്യട്ടെ എന്ന്. ഗൈസ്, നമ്മൾക്ക് അയ്യോ ഇതെന്താ സംഭവിച്ചേ? ഗൈസ്, റാമ്പിൽ ചാടിക്കാൻ പോയതാണ്. അയ്യോ, ഇന്ന് റീനല്ല. റീനൻ്റെ ചേട്ടൻ എന്നെ തല്ലി കൊല്ലും ഗൈസ്. നമുക്കിനി എന്ത് ചെയ്യും? നമ്മളിനി എന്ത് ചെയ്യും മുള്ളയ്യ? ഈ വണ്ടി ആകെ ഫുൾ ചപ്പിളിയായി, തരിപ്പണായി, പുക വരുന്നുണ്ടോയെന്നൊരു സംശയം. നമുക്കിന്ന് വേഗം ഈ വണ്ടി എടുത്ത് പോവാ ഗൈസ്. റീനേ, എന്താടി നീ എന്നെ വീട് പൊളിച്ച പോടി? വീടൊന്നും പൊളിക്കൂല. ഭാഗ്യം ഈ വീട്ടിലെത്തി. ഇനി എന്താണെന്നല്ല, നമുക്ക് വേഗം ഒന്ന് ഇറങ്ങാം ഗൈസ്. ഈ വണ്ടീൻ്റെ കോലം കണ്ട അവൾ എന്താ പറയാന്നറിയില്ല. റീനേ, അല്ല ഇതെന്താ ഇത്? വണ്ടി ഇതാണോ വണ്ടി? എടി, ഈ വണ്ടിക്ക് എന്താ ഇങ്ങനെയൊക്കെ? വണ്ടി ഇങ്ങനെ എന്താ? ഇതൊരു അടിപൊളി വണ്ടിയായിരുന്നു, നശിപ്പിച്ചത്. ഇനി ചേട്ടൻ്റെ വായിന്ന് ഞാനാ കേൾക്കണ്ട, നീയല്ല. എടി റീനെ, നീ ഡ്രസ്സ് മാറ്റിയോ? ഞാൻ ഡ്രസ്സ് മാറ്റി. ആക്സിഡൻ്റ് ആയപ്പോൾ. എടി, ഞാൻ നിൻ്റെ പോലത്തെ ഡ്രസ്സ് ഇടാൻ വിചാരിച്ചിരുന്നതാ. അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല. നീ വീണ്ടും ഡ്രസ്സ് മാറ്റിയോ? എനിക്കൊന്നും വയ്യ. എടി, നീ എന്ത് തേങ്ങയടി കാണിച്ചേ? നീ കാര്യത്തിലേട്ട് വാ. എടി, ഒരു മിസ്റ്റേക്ക് പറ്റിയതാ, സോറി, ക്ഷമിക്ക്. എടി, ഒരു കരിഞ്ഞ മണം, ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്ത് കരിഞ്ഞ മണം? ഞാൻ അതാ വരുന്നേ. എടി, ശരിക്കുണ്ടൊരു കരിഞ്ഞ മണം, നോക്കട്ടെ. അയ്യോ എടി, നിൻ്റെ ചേട്ടൻ്റെ വണ്ടി കത്തി. എന്നിട്ട് അത് അപ്പുറത്തേക്ക് പോയിട്ട് ആ ഫോർച്യൂണർമേ തട്ടി. അയ്യോ, ഞാൻ എന്ത് ചെയ്യും? ചേട്ടനാകെ 2 വണ്ടിയേ ഉള്ളൂ. അത് രണ്ടും നീ പൊളിച്ചടിക്കല്ലോടി. എടി, ഞാൻ എന്ത് ചെയ്യാനാ? ഇനി ഒന്നും ചെയ്യല്ലേ, എസ്കേപ്പ്. അതല്ലാതെ വേറൊരു വഴിയില്ലടി. എങ്ങനെ രക്ഷപ്പെടാനാ? എനിക്കെന്തായാലും ഈ വീട്ടിൽ തന്നെ വരണമല്ലോ. നീ പറയുന്ന പോലെ ഒന്നല്ല. നമുക്ക് ഈ പൾസർ എടുത്ത് പോവാ. എടി, പൾസർ ഓക്കെ. തേങ്ങ, എനിക്കുള്ള പണിയൊക്കെ നീ വെച്ചെന്നല്ലോടി. എടി, അത് ഞാൻ എന്ത് കാട്ടിയിട്ടാ? അവളുടെ ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നിൻ്റെ മോന്തയുടെ ഷേപ്പ് അങ്ങ് മാറ്റിയാണ്ടല്ലോ അവളുടെ ഒരു ടെസ്റ്റ് ഡ്രൈവ്. ഞാൻ എന്ത് ചെയ്യാനാ? എടി, നീ റാമ്പിലൊക്കെ ചാടിക്കുന്നേ. എടി, ഇതൊക്കെ ഒരു സുഖല്ലേ? എടി മെല്ലടി, ഇതൊന്നും നടക്കുന്ന കേസല്ല. ഗൈസ്, വീണു ഗൈസ്, നൈസായിട്ട് വീണു. ഇവക്കെന്തേലും പറ്റിയോ നോക്കട്ടെ. എടി, എണീക്ക് റീന എണീക്ക്. ഇതെന്താ ഗൈസ്, അവൾക്ക് ശ്വാസമൊന്നുമില്ല ഗൈസ്. അവള് ചത്തുന്നാ തോന്നണ്. അവള് തീർന്നു ഗൈസ്. ഇനി ഞാൻ എന്ത് ചെയ്യും ഗൈസ്? നമുക്ക് നമ്മുടെ ഡിഫൻഡർ എടുത്ത് പോവാ, അല്ലാണ്ട് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് വേഗം പോവാ. പൾസർ തൽക്കാലം എവിടെ ഇരുന്നോട്ടെ. അതെങ്കിലും അവളുടെ ചേട്ടെടുത്തോട്ടെ. നമുക്ക് വേഗം പോവാ. നിൽക്കടി അവിടെ. ആരത്? ഞാനടി, റീനയുടെ ചേട്ടൻ. ഞാനൊക്കെ CCTV കൂടെ കണ്ടു. നീ ആരടി? എൻ്റെ വണ്ടിയൊക്കെ കത്തിച്ച് നീ പോയല്ലോടി. അത് ചേട്ടാ, അതറിയാതെ. ഓഹോ, നീ അറിയാതെയല്ലേ ഒക്കെ ചെയ്തത്? നീ മനഃപൂർവ്വം ബോംബ് വെച്ചതല്ലേടി എൻ്റെ വണ്ടിയിൽ? അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാനൊന്നും ബോംബ് വെച്ചിട്ടില്ല. നിനക്ക് അങ്ങനെയൊക്കെ പറയാം. അയ്യോ, നിൻ്റെ ഒരു പേട്ട വണ്ടി. എൻ്റെ 2 വണ്ടി എത്തിച്ചപ്പോൾ നിനക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. എന്നത് പിടിച്ചോ, ഇതിനും പ്രശ്നം വേണ്ട. അവളുടെ ഒരു പേട്ടം. അതൊക്കെ പോട്ടെ. എൻ്റെ അനിയത്തി എവിടെ? അത് അവള് എന്താ അവളെന്ന് അവളെ തന്നെ ചോദിച്ചേ. അവള് തീർന്നുന്നോ? എടി, നീ എൻ്റെ അനിയത്തിനെ എന്തുകൊണ്ട് കാണിച്ചടി?
ചേട്ടാ എനിക്ക് വേറെ വഴിയില്ല. ചേട്ടൻ ചത്തോ? അല്ല പിന്നെ ഗൈസ്, അവനെ കൊന്നു കളഞ്ഞു. രണ്ടും പോയി. ഇനി തെളിവൊന്നും അവശേഷിക്കുന്നില്ല. നമുക്ക് വേഗം പോവാം ഗൈസ്. ഒരു വണ്ടിയും കിട്ടാനില്ല. അയ്യോ, ഇത് ഇവിടുന്ന് പോലീസൊക്കെ വന്നത്. അയ്യോ, ഞാനത് യു ആർ അണ്ടർ അറസ്റ്റ്. സാറേ, അയ്യോ ഇന്നെ അണ്ടർ അറസ്റ്റ് ചെയ്യണ്ട. അയ്യോ ഗൈസ്, നമ്മൾ പെട്ടു. നമ്മളിനി എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, മെല്ലെ സറണ്ടർ ആവുന്നതാണ് നല്ലത്. ഓക്കെ സാറേ, ഞാൻ സറണ്ടർ ആവാം. അതിന് മുന്നേ സാറ് ചത്തോ? അല്ല പിന്നെ. ചാവ് സാറേ? അല്ല പിന്നെ. സാറിനെ വെടിവെച്ച് കൊന്നു ഗൈസ്. നമുക്കിപ്പോൾ ഫുൾ പണി ഇട്ടിരിക്കുകയാണ്. ഇനി 4 വാർഡും പോലീസ് വരും. നമുക്ക് ഇനി രക്ഷയില്ല ഗൈസ്. നമ്മളിനി എന്ത് ചെയ്യും ഗൈസ്? ഇവരെന്നെ ജയിലിലിട്ടു ഗൈസ്. ഇനി ഞാൻ എന്താ ചെയ്യാമെന്ന് അറിയില്ല ഗൈസ്. സാറേ, എന്ന് വിടുക പുറത്ത്. ഇല്ലടി, നീ ക്രൈമാണ് ചെയ്ത്. 2 പേരെയാണ് നീ കൊന്നത്. അതും പോരാത്തന്നെ അവരെ വണ്ടിയും കത്തിച്ചു. നീ ആരടി നീ? എൻ്റെ പേര് കത്രീന എന്നാ സാറേ. ഡേ, വെടച്ചിലെടുക്കല്ലേ പെണ്ണെ. സാറേ, ഞാൻ എന്താ ചെയ്ത്? അപ്പോൾ ഗൈസ്, നമ്മൾ വീഡിയോ അതിൻ്റെ ഒപ്പം ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. അതിൻ്റെ പാർട്ട് 2 ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഗുഡ് ബൈ.